ഹായ് ഗായ്സ്, എല്ലാവർക്കും RBTയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ മലക്കപ്പാറയ്ക്കാണ് യാത്ര പോകുന്നത്. മലക്കപ്പാറയിൽ ഇപ്പോൾ ഈ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഈ ചൂട് സമയത്തും മലക്കപ്പാറയ്ക്ക് പോകുന്ന ഞങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എന്തായാലും പോയി നോക്കാം, എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിത് ആലുവയിൽ നിന്ന് ചാലക്കുടിക്ക് ബസ് കയറിയിരിക്കുകയാണ്. ചാലക്കുടിയിൽ നിന്നാണ് നമ്മൾ മലക്കപ്പാറയ്ക്ക് പോകുന്നത്. അങ്ങനെ ആലുവയിൽ നിന്ന് ബസ് എടുത്തു. നൈസായിട്ട് നമ്മൾ നേരെ ചാലക്കുടിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കി ഏതൊരു അമ്പലത്തിൽ ഒരു ആനേനെ കണ്ടു. മലക്കപ്പാറയിൽ ആനേനൊക്കെ ഇഷ്ടംപോലെ ആനേനെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ആനേനൊക്കെ കണ്ട് നേരെ ചാലക്കുടിയിൽ എത്തിയിട്ടുണ്ട്. ചാലക്കുടിയിൽ നിന്നാണ് മലക്കപ്പാറയ്ക്കുള്ള ബസ് എടുക്കുന്നത്. അപ്പോൾ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ബസ് വന്നത്. നമ്മൾ നേരത്തെ എത്തി, നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിത് ചാലക്കുടിയിൽ നിന്ന് ബസ് എടുത്തു. എന്നിട്ട് ചാലക്കുടി പ്രൈവറ്റ് സ്റ്റാൻഡിലും കുറച്ചായി ബസ് നിർത്തിയിടും. മലക്കപ്പാറയ്ക്ക് ഒരാൾക്ക് 120 രൂപയാണ് ബസ് ചാർജ് വരുന്നത്. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. 240 രൂപ കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്കാണ്, വൺ സൈഡാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും നമ്മൾ 120 രൂപ കൊടുക്കണം. അങ്ങനെ നമ്മളെ വണ്ടി നേരെ എന്താ പറയുക എടുത്ത് പ്രൈവറ്റ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് പ്രൈവറ്റ് സ്റ്റാൻഡിൽ കുറച്ച് നേരം നിർത്തിയിട്ട് അവിടുന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡൊക്കെ അവിടെ കാണുന്നുണ്ട്. ചാലക്കുടിയാണല്ലോ. അങ്ങനെ നമ്മൾ നേരെ എന്താ പറയുക ചാലക്കുടിയിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ബസ്സിൽ. പക്ഷെ അതിരപ്പള്ളി കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ലെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പോകുന്ന വഴിക്ക് എല്ലാം ഇങ്ങനെ വെയിലായതുകൊണ്ട് ഒക്കെ വരണ്ട് കിടക്കുകയാണ്. ശരിക്കും മഴക്കാലത്ത് വരികയാണെങ്കിൽ അടിപൊളിയാവും. വെള്ളച്ചാട്ടമൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വെള്ളച്ചാട്ടത്തിനൊന്നും വെള്ളമില്ല, ഒക്കച്ചാട്ടം മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ശരിക്കും മഴക്കാലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഫുള്ള് ചുറ്റും പച്ചപ്പൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പോൾ നോക്കിയാൽ ഫുള്ള് ഉണങ്ങി നിൽക്കുകയാണ്. എല്ലാം മരങ്ങളൊക്കെ ഇലയൊന്നും ഇല്ലാതെ മൊത്തം ഉണങ്ങി നിൽക്കുകയാണ്. മഴക്കാലത്ത് വരികയാണെങ്കിൽ ഇവിടെ പുല്ലുകളൊക്കെ വളർന്ന് അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കുറച്ചൊന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ വേറെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കാമെന്നും പറഞ്ഞിട്ട് ഡ്രൈവറും കണ്ടക്ടറും വണ്ടി നിർത്തി. എല്ലാവരും എന്തെങ്കിലുമൊക്കെ മേടിക്കുക എന്നുള്ളതനുസരിച്ച് ഇറങ്ങി ചായയൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ വിട്ട് കഴിഞ്ഞാൽ കടകളൊന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. ഇനി മലക്കപ്പാറ എത്തുന്നവരെ കടകളൊന്നുമില്ല. അപ്പോൾ എപ്പോൾ എത്തും എന്നുള്ളതൊന്നും ഒരു പിടിയുമില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന കോടയല്ല, അവിടെയുള്ള ആൾക്കാർ പുകയിട്ടാണ് എന്തോ ഒക്കെ കൂടി കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ കോട ഇറങ്ങി വരുന്ന പോലെയൊക്കെ തോന്നും.
പുകയാണ് ഗൈസ്, മൊത്തം പുകയായിരുന്നു. ഈ ഏരിയ ഫുള്ള് എന്താ പറയുക പുകയാണ്. എന്തൊക്കെയോ എന്താണെന്നറിയില്ല, അവരെല്ലാവരും അവിടെ എന്തൊക്കെയോ കത്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദൂരെയായിട്ട് ഒരു ആനനെ കണ്ടു, പുഴയുടെ അപ്പുറത്തായിട്ട്. അപ്പം നമ്മളോട് കണ്ടക്ടറും ഡ്രൈവറും പറയുന്നുണ്ട് ആരും ഇറങ്ങരുത് എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിർത്തിയത് കൊണ്ട് നമുക്ക് അത്ര വ്യക്തമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഡ്രൈവർ കുറച്ച് മുന്നോട്ട് വണ്ടി എടുത്തപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റി. ആനകൾ അവിടെ ഉണ്ട്, ഒരു കുട്ടിക്കൊമ്പൻ അതിൻ്റെ ഇടയിലുണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്തായാലും എല്ലാവരും ചാടി ആരും ഇറങ്ങരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റിയില്ല, ഇറങ്ങിയെടുക്കാനായിട്ട് പറ്റിയില്ല. എന്നാലും നമ്മൾ ഇവിടെ നിന്ന് സൂമൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ദൂരെയായിട്ട് ഒരു ആനക്കൂട്ടത്തെ കൂടി കണ്ടേക്കുകയാണ്. അപ്പോൾ ഈ സമയത്തും നമ്മൾ ഡ്രൈവർ നമുക്ക് വേണ്ടി വണ്ടി നിർത്തി തരുന്നുണ്ട്. പക്ഷെ ഇത് നല്ല ദൂരെയാണ്, നമുക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നു പോലുമില്ല. അപ്പോൾ അതേ നമുക്ക് വേണ്ടി വണ്ടിയൊക്കെ നിർത്തി തന്നു. ആ കൂട്ടത്തിൽ ഒരു കുട്ടിയാനയുണ്ട് കേട്ടോ, ഒന്നല്ല 2 കുട്ടിയാനെങ്ങാണ്ടുണ്ട്, ബാക്കി വലിയ ആനകളുണ്ട്. ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഇതേ ഒരു ആന അവിടെ നിൽക്കുന്നുണ്ട്. പുള്ളി ഇപ്പം നീന്തി അങ്ങോട്ടേക്ക് പോവും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അവിടെ.
അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മൾ മലക്കപ്പാറ എത്തിയിരിക്കുകയാണ്. ഓരോരോ കടകളായിട്ട് നമ്മൾ കണ്ടു തുടങ്ങി, തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി, നല്ല തണുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങി കേട്ടോ. അവിടെ നിന്നൊക്കെ നല്ല ചൂടായിരുന്നു. ഇവിടെ ഇങ്ങനെ എത്തുമ്പോൾ നല്ല രീതിക്ക് തണുക്കാനായിട്ട് തുടങ്ങി. ആ അറ്റ്മോസ്ഫിയർ അങ്ങ് മാറി മൊത്തത്തിൽ. വെയിലുണ്ടോയെന്ന് വെച്ചാൽ ചെറിയൊരു വെയിലുണ്ട്, പക്ഷെ എന്നാൽ നല്ല തണുപ്പാണ്. അപ്പോൾ ഈ ഒരു ഏരിയക്ക് എത്തിയതിൻ്റെ ഒരു എന്താ പറയുക ഫീലാണത്. നല്ല രസമായിരുന്നു. ഇപ്പം നമ്മൾ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. അതായത് ഈ ബോർഡറിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ തമിഴ്നാടും ഇവിടെ മലക്കപ്പാറയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയിരുന്നത്. നമ്മൾ എത്തിയത് 4:45 സംതിങ് എന്നിട്ട് ആയി. രാവിലെ ഇറങ്ങിയതാണ്. ഉച്ചയ്ക്ക് എന്താ പറയുക, നമ്മൾ 12:30ക്കാണ് വണ്ടി എടുത്തത്. 4:45 ആയപ്പോഴേക്കും ഇവിടെ എത്തി. 5:15 വണ്ടി എടുക്കുമെന്നാണ് പറഞ്ഞത്. സോ ആ സമയം കൊണ്ട് ഫുഡ് കഴിക്കാനുള്ളത് ഫുഡ് കഴിക്കാം, ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാം, എല്ലാ സംഭവങ്ങളും ചെയ്യാനുള്ള ഇത് തന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ തിരിച്ച് ചാലക്കുടിക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ആനേനെ കാണുമോ എന്നുള്ളത് അറിയില്ല. നമ്മളിപ്പോൾ കണ്ടതൊക്കെ ദൂരത്തു നിന്നാണ്, പക്ഷെ നമുക്ക് എടുത്തു നിന്ന് കാണാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ എന്തായാലും ആനേനൊക്കെ കാണുന്നുള്ള പ്രതീക്ഷയിലാണ് നമുക്ക് പോകുന്നത്. എന്താവുമെന്ന് കണ്ടറിയാൻ തന്നെ വേണം. അങ്ങനെ ദേ നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഒരു സീൻ നമ്മുടെ മുന്നിൽ വന്ന് പെട്ടേക്കാണ്. ആദ്യം തന്നെ ഒരു കുട്ടി ആനയും കൂടി നേരെ അതിൻ്റെ ഉള്ളിലോട്ട് പോയി. തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരു ആനയും അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ 2 ആനകൾ നിൽക്കുന്നുണ്ട്. അതിലെ ഒന്നൊരു കുട്ടിയാനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കാനായിട്ട് അങ്ങ് നിന്ന് കേട്ടോ. ആകെ 8 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രൈവറും കണ്ടക്ടറും അടക്കം 8 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ആ 8 പേർക്കാണ് ഇത്രയും തോന്നെ ആനേനെ കാണാനായിട്ട് പറ്റിയ. 1, 2, 5, 6 ആനകളൊന്നുമില്ല, 7, 8 ആനകൾ നമ്മൾ കണ്ടേക്കാണ് ഒറ്റ പോക്കിൽ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ദൂരം നിന്നാണ് കണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തൊട്ടടുത്തു നിന്നാണ് നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ടേക്കുന്നത്. കിളി പറന്നു പോയി എന്ന് പറയാം.
അങ്ങനെ ആനേനൊക്കെ കണ്ട് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചിരിക്കുകയാണ്. ഡ്രൈവറും കണ്ടക്ടറും പറയുന്നത് അവർ ഇത്രയും കാലം ഇതിലൂടെ യാത്ര ചെയ്തിട്ടും ഇത്രയും തോന്നെ ആനകളെ ഒരുമിച്ച് കണ്ടിട്ടില്ലെന്നാണ്. എന്തായാലും ഇന്ന് വന്നവരുടെ എല്ലാവരുടെയും ഭാഗ്യം എന്ന് പറയാനായിട്ട് പറ്റും. കാരണം അത്രയും തോന്നെ ആനകളെയാണ് നമ്മൾ തൊട്ടടുത്തുനിന്ന് കണ്ടത്. ഇത് ഇവിടെയായിരുന്നു നമ്മൾ പോയ സമയത്ത് ആനകളെ കണ്ടിരുന്നത്. ആ സമയത്ത് നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പോഴേക്കും ഫോറസ്റ്റ് ഓഫീസേഴ്സ് വന്ന് നമ്മളോട് പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ അത്ര നേരം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവിടെയായിരുന്നു ആനകൾ ഉണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇത് താഴെ മറ്റൊരാന. ഇതൊരു നമ്മൾ ആനക്കൂട്ടത്തിൻ്റെ 100 മീറ്റർ അപ്പുറമുള്ള ഒരു ഏരിയയാണ്. അവിടെയാണ് ഈ ഒരു ആനയെ നമ്മൾ സ്പോട്ട് ചെയ്തത്. ആളുണ്ട് നല്ലത്. കണ്ടില്ലേ? പിന്നെ താഴ്ത്തുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞെന്നും പറഞ്ഞ് നമ്മളിത് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇനിയുള്ള ഫുട്ടേജ് ഒന്നും നമുക്ക് അത്ര നന്നായിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഇരുട്ടായപ്പോൾ നമ്മുടെ ക്യാമറയുടെ സ്വഭാവം പതിയെ അങ്ങ് മാറിയിട്ടുണ്ട്. അപ്പോൾ സൂര്യാസ്തമയമൊക്കെ കണ്ട് നമ്മൾ നേരെ ചാലക്കുടിക്ക് പോവുകയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ യാത്രയുമായി കാണുന്നവരെ ടാറ്റ ആൻഡ് ബൈ ബൈ.